നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ലൈറ്റിക്കും ലൈസോജനും നടക്കുന്നത് എന്നുള്ളതാണ്. ഇതുവരെ നമ്മളതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഏതൊക്കെ ജീനുകളാണെന്നൊക്കെ പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് ഈ പിക്ചർ വെച്ചിട്ടാണ് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം നിങ്ങളൊരു പ്രാവശ്യം വീഡിയോ കാണുക. എന്നിട്ട് ഇതിൻ്റെ നോട്ട് നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. വീണ്ടും നിങ്ങൾ വീഡിയോ കാണുക. അപ്പം നിങ്ങൾക്കൊരു കൺസെപ്റ്റ് കിട്ടും എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ലൈസോജനി ആയാലും ലൈറ്റിക് ആയാലും എന്തിനു വേണ്ടിയിട്ടാണ്? ഫേജ് മൾട്ടിപ്ലൈ ചെയ്യാനാണ് അല്ലേ, റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് സ്ട്രാറ്റജിയാണ്. ഈ റെപ്ലിക്കേഷൻ കഴിഞ്ഞുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? മീൻസ് ഇപ്പം ഒരു ഫേജിൻ്റെ ജീനോം അത് റെപ്ലിക്കേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. റെപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജീനോം അല്ലെങ്കിൽ അതൊരു വൈറസായിട്ട് വേണം എങ്ങോട്ടേക്ക് പോകാൻ, പുറത്തേക്ക് പോകാൻ. ഈ DNA മാത്രം ഉണ്ടായാൽ അത് വൈറസ് ആവുമോ? ഇല്ല. വൈറസിനൊരു പ്രോട്ടീൻ കോട്ടില്ലേ, ഒരു ഹെഡും ഒരു ടെയിലൊക്കെ ഉള്ള ഭാഗങ്ങൾ ഉണ്ടാവില്ലേ വൈറസിന്. അപ്പോൾ ആ ഹെഡും ടെയിലും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ വേണ്ടേ? ആ പ്രോട്ടീൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് നടക്കണം? ഈ ജീനോമിൻ്റെ എന്ത് നടക്കണം? ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനൊക്കെ നടക്കണ്ടേ? അത് നടന്നു കഴിഞ്ഞാലല്ലേ അതിനെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. വൈറസിൻ്റെ കുറേ DNA മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ലൈസോജനി ആയാലും ലൈറ്റിക് ആയാലും റെപ്ലിക്കേഷനാണ് നടക്കുന്നത് അല്ലേ. ഈ റെപ്ലിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ മാത്രം കാര്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കണത്. റെപ്ലിക്കേഷൻ നടന്നിട്ട് അതിന് പുറത്ത് അതിനൊരു വൈറസിന് വേണ്ട ഒരു പ്രോട്ടീൻ കോട്ട് ഫോം ചെയ്തിട്ട് ആ പ്രോട്ടീൻ കോട്ടോട് കൂടിയിട്ടല്ലേ അവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? അതാണ് നമ്മൾ നോക്കണത്. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് പോണതിനെയാണ് നമ്മൾ ലൈറ്റിക് സൈക്കിൾ എന്ന് പറയുക. പുറത്തേക്ക് പോണതിനെയാണ് എന്തെന്ന് പറയുക? ലൈറ്റിക് സൈക്കിൾ പറയുക. പുറത്തേക്ക് പോകുമ്പോഴാണ് എന്തുണ്ടാക്കുക? ലൈറ്റിക് ജീനുകളൊക്കെ ആക്ടിവേറ്റ് ചെയ്തിട്ട് അവിടെ ലൈസിസ് ജീനുകൾ ഉണ്ടാവും. അതുപോലെ ഹെഡും ടെയിലൊക്കെ ഫോം ചെയ്യാനുള്ള പ്രോട്ടീനുകളും ഉണ്ടാവുന്നത്. അതാണ് ലൈറ്റിക് സൈക്കിൾ. ലൈസോജനി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ബാക്ടീരിയൻ്റെ ജീനോമിൻ്റെ കൂടെ വൈറസിൻ്റെ ജീനോമുണ്ട്. ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന ബാക്ടീരിയയിലേക്കൊക്കെ ഈ വൈറസിൻ്റെ ജീനോം ഉണ്ടാവും. അങ്ങനെ അത് തലമുറകളായി ഇങ്ങനെ എന്ത് ചെയ്യും? അടുത്ത ബാക്ടീരിയയിലൊക്കെ എന്ത് ചെയ്യും? ഈ വൈറസിൻ്റെ ജീനുകൾ എത്തും. ഇപ്പോൾ ഒന്നാമത്തെ ഒരു ബാക്ടീരിയ, ആ ബാക്ടീരിയൻ്റെ അകത്ത് വൈറസ് എൻ്റർ ചെയ്തു. പ്രോഫേജ് ഉണ്ട്, അല്ലെങ്കിൽ ബാക്ടീരിയ പ്ലസ് വൈറസിൻ്റെ ജീനോം ഉണ്ട്. അതെന്ത് ചെയ്യില്ല? പുറത്തേക്ക് പോവില്ല. പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ലൈറ്റിക് ജീനുകൾ ഓൺ ആവണം. പക്ഷേ എപ്പോഴാണ് ഒരു ഫേവറബിൾ കണ്ടീഷൻ കിട്ടുക, അപ്പം മാത്രമേ വൈറസ് എന്ത് ചെയ്യുള്ളൂ? അതായത് ഹെഡും ടെയിലൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ പുറത്തേക്ക് പോവുള്ളൂ. അപ്പോൾ ലൈസോജനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക, കുറേ കാലത്തിന് ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ബാക്ടീരിയ അത് മൾട്ടിപ്ലൈ ചെയ്ത് 2 എണ്ണമായി, ആ 2 എണ്ണം 4 എണ്ണമായി, 4 എണ്ണം പിന്നെ അങ്ങനെ 8 എണ്ണമായി, അങ്ങനെ മാറുമല്ലോ. അപ്പോൾ അങ്ങനെ മാറുന്ന സമയത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ എന്തുണ്ടാവും? ഈ വൈറസിൻ്റെ ജീനോമും ഉണ്ടാവും. എന്നിട്ട് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഹെഡും ടെയിലും ഉണ്ടാക്കിയിട്ട് അവർ പുറത്തേക്ക് പോവും. അതാണ് എന്തെന്ന് പറയണത്? ലൈസോജനി എന്ന് പറയണത്. ലൈറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൈറസിൻ്റെ ജീനോം എൻ്റർ ചെയ്യുന്നു. ആ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും? അതിൻ്റെ പ്രോട്ടീൻ കോട്ട് ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ പുറത്തേക്ക് പോകും. ആ ഒരൊറ്റ ബാക്ടീരിയൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പ്രോട്ടീൻ കോട്ടും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് അത് പുറത്തേക്ക് പോകും. അടുത്തൊരു ബാക്ടീരിയയിലേക്ക് അത് എൻ്റർ ചെയ്യില്ല. ആ കയറിയിട്ടുള്ള ബാക്ടീരിയ തന്നെ അപ്പം തന്നെ അത് എന്ത് ചെയ്യും? അതിൻ്റെ DNA ഉണ്ടാക്കുന്നു, അതിൻ്റെ പ്രോട്ടീൻ കോട്ട് ഉണ്ടാക്കുന്നു, അത് ആ സെൽ വാൾ ലൈസ് ചെയ്ത് പുറത്തേക്ക് പോകുന്നത്. അതാണ് ലൈറ്റിക്. ലൈസോജനി എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് എന്തെന്ന് പറയണത്? കുറേ കാലം കുറേ ബാക്ടീരിയ ഉള്ളിൽ ഈ സാധനം ഇങ്ങനെ എൻ്റർ ചെയ്ത് അതായത് എൻ്റർ ചെയ്യുക മീൻസ് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ പോകും, അടുത്ത ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെ പോകും. അങ്ങനെ കുറേ ബാക്ടീരിയയിൽ ഈ സാധനം എത്തും. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഒരു ഫേവറബിൾ കണ്ടീഷൻ കിട്ടുമ്പോൾ അവർ ലൈറ്റിക്കിലേക്ക് പോയിട്ട് അങ്ങനെ എന്ത് ചെയ്യും? പുറത്തേക്ക് പോവുക ചെയ്യുക. പുറത്തേക്ക് പോകണമെങ്കിൽ ലൈറ്റിക്ക് നടക്കണം. പക്ഷേ ഇത് കുറേ കാലം ഇങ്ങനെ നിൽക്കണോ അതോ അപ്പം തന്നെ പോകണമെന്ന് തീരുമാനിക്കുകയാണ് ലൈസോജനിയും ലൈറ്റിക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ലൈറ്റിക്കിലേക്ക് എങ്ങനെയാണ് പോവുക, ലൈസോജനിയിലേക്ക് എങ്ങനെയാണ് പോകുന്നതാണ് നമ്മൾ നോക്കാൻ പോണത്. ഇനി നിങ്ങൾ നോക്കേണ്ടത്, അതായത് ഇപ്പോൾ ഇത് ഫേജിൻ്റെ ജീനോമാണല്ലോ. ഈ ഫേജിൻ്റെ ജീനോമാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഫേജിൻ്റെ ജീനോം എന്ന് പറഞ്ഞാൽ DNA. ഇനി ഇതിന്ന് ഇപ്പോൾ എന്താണ് പ്രോട്ടീനുകൾ, ഈ പ്രോട്ടീനുകളൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു mRNA ഉണ്ടാവണതിൻ്റെ, ആ mRNA വേണം എന്തുണ്ടാവാൻ വേണ്ടിയിട്ട്? പ്രോട്ടീൻ ഉണ്ടാവാൻ. നമുക്കറിയാം
ഇത് അതായത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും, അവിടെ റൈബോസോം വന്ന് ബൈൻഡ് ചെയ്യും. കോ ട്രാൻസ്ലേഷനാണ്. അപ്പോൾ ഇവിടെ നടക്കണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് DNA ഇങ്ങനെ ഉണ്ടായി വരും. അതായത് DNA-യിൽ നിന്ന് നമുക്കറിയാം mRNA ഉണ്ടാവുന്നു, mRNA നിന്ന് എന്ത് ചെയ്യുന്നു, പ്രോട്ടീൻ ഉണ്ടാവുന്നു അല്ലേ. അപ്പം ഞാൻ ഇവിടെ പറയുകയാണ്, അതായത് ഇതിൻ്റെ mRNA ഉണ്ടാവും, mRNA നിന്ന് പ്രോട്ടീൻ ഉണ്ടാവുകയാണ് ചെയ്യുക. ഇതല്ലേ പ്രോസസ്സ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് നടക്കുന്ന സ്റ്റെപ്പ്, ഇത് ഫേജിൻ്റെ ജീനോമ് ബാക്ടീരിയൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നു. ബാക്ടീരിയൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ. എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂട്രിയം ലെസ് ആയിട്ടുള്ള മീഡിയത്തിലാട്ടോ. ന്യൂട്രിയൻ്റ് വളരെ കുറഞ്ഞൊരു മീഡിയത്തിലാണ് ആര് കിടക്കുന്നത്, കണ്ടീഷൻ നോക്കുക, ബാക്ടീരിയ കിടക്കുന്നത് ന്യൂട്രിയൻ്റ് വളരെ കുറഞ്ഞ മീഡിയത്തിലാണ്. ഓക്കെ, ഇനി ഫേജിൻ്റെ ജീനോമിലേക്ക് ബാക്ടീരിയൻ്റെ DNA പോളിമറൈസ് വന്ന് ബൈൻഡ് ചെയ്യും, RNA പോളിമറൈസ് വന്ന് ബൈൻഡ് ചെയ്യും. ക്ലിയർ ആണല്ലോ. ബാക്ടീരിയേൻ്റെ RNA പോളിമറൈസ് PR-ലും PL-ലും വന്നിട്ട് ബൈൻഡ് ചെയ്യും. PL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റിലേക്കാണ് അതിൻ്റെ ഫ്ലാഗ് കാണിച്ചിരിക്കുന്നത്. PR എന്ന് പറയുമ്പോൾ റൈറ്റിലേക്കാണ് അതിൻ്റെ ഫ്ലാഗ് കാണിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നടക്കാൻ പോണത് mRNA ഉണ്ടാക്കാൻ പോവുക കേട്ടോ. അപ്പോൾ PL-ലും PR-ലും വന്നിട്ട് പോളിമറൈസ് ബൈൻഡ് ചെയ്യും. പോളിമറൈസ് വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ എന്താ നടക്കുന്നത്, അതായത് ഇവിടേക്കും ട്രാൻസ്ക്രിപ്ഷൻ, അതായത് ഇങ്ങോട്ടേക്കും ട്രാൻസ്ക്രിപ്ഷൻ നടക്കും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ട്രാൻസ്ക്രിപ്ഷൻ നടക്കും. അങ്ങനെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമ്പോൾ എന്താ നടക്കുന്നത്, C2, ക്രോയുടെയും C2-യുടെയും അതുപോലെ ഇവിടെ നിന്ന് PL നിന്ന് ഇങ്ങോട്ട് നടക്കുമ്പോൾ N-ൻ്റെയും C3-യുടെയും ഒക്കെ എന്തുണ്ടാവുന്നുണ്ട്, mRNA ഇവിടെ ഉണ്ടാവുന്നുണ്ട് അല്ലേ, mRNA ഉണ്ടാവുന്നുണ്ട്. ഈ mRNA റൈബോസോം വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, C3 എന്ന് പറഞ്ഞ പ്രോട്ടീൻ ഉണ്ടാവും, N എന്ന് പറഞ്ഞ പ്രോട്ടീൻ ഉണ്ടാവും. ക്രോയിൽ ബൈൻഡ് ചെയ്യുമ്പോൾ mRNA ഉണ്ടായി കഴിഞ്ഞാൽ ക്രോ പ്രോട്ടീൻ ഉണ്ടാവും, അതുപോലെ C2 പ്രോട്ടീൻ ഉണ്ടാവും. ക്ലിയർ ആണല്ലോ. ഇങ്ങനത്തെ പ്രോട്ടീനുകളൊക്കെ ഉണ്ടാവും. ക്ലിയർ അല്ലേ. അപ്പം ഒന്നുകൂടി നോക്കുക, PL-ലും PR-ലും RNA പോളിമറൈസ് ബൈൻഡ് ചെയ്യും. റൈറ്റിലേക്ക് ട്രാൻസ്ക്രിപ്ഷൻ നടക്കും, അതുപോലെ തന്നെ ലെഫ്റ്റിലേക്കും ട്രാൻസ്ക്രിപ്ഷൻ നടക്കും. mRNA ഉണ്ടാവും, പ്രോട്ടീനുകൾ ഉണ്ടാവും. ഇനി എന്താ നടക്കാൻ പോണെന്ന് വെച്ചാൽ, ഈ ജീനോമിൽ, അതായത് ഇതിൽ നിന്നുണ്ടായിട്ടുള്ള mRNA, ഇതിൽ നിന്നുണ്ടായിട്ടുള്ള പ്രോട്ടീനാണ്. ഇവരെന്താ ചെയ്യുക വെച്ചാൽ, ഇപ്പോൾ ഈ ക്രോ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ഉണ്ടല്ലോ, ഈ ക്രോ എന്ന് പറയുന്ന പ്രോട്ടീന് PRM-ൽ വന്ന് ബൈൻഡ് ചെയ്യും. ക്രോ എന്ന് പറയുന്നത് എവിടെ വന്ന് ബൈൻഡ് ചെയ്യും, ക്രോ പ്രോട്ടീൻ വന്നിട്ട് PRM-ൽ ബൈൻഡ് ചെയ്യും. PRM-ൽ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്രോ എന്ന് പറയുന്നത് എവിടെ വന്ന് ബൈൻഡ് ചെയ്യും, PRM-ൽ വന്നിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ C1-ൻ്റെ പ്രൊഡക്ഷൻ നടക്കില്ല. C1-ൻ്റെ പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ക്രോ എന്ന് പറയുന്നത് PRM-ൻ്റെ ഇൻഹിബിറ്ററാണ്. അപ്പോൾ C1 പ്രോട്ടീൻ എന്ത് ചെയ്യില്ല, പ്രൊഡ്യൂസ് ചെയ്യില്ല. PRM-ൽ വന്നിട്ട് ക്രോ ബൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ PRM-ൽ വന്നിട്ട് ആർക്ക് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല, RNA പോളിമറൈസിന് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് നടക്കില്ല, C1-ൻ്റെ പ്രൊഡക്ഷൻ നടക്കില്ല. അതൊരു കാര്യം. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് mRNA ഉണ്ടാക്കി ഇങ്ങനെ വരികയാണ്. അപ്പോൾ C2 പ്രോട്ടീൻ ഉണ്ടായിട്ടുണ്ടല്ലോ, ഈ C2 പ്രോട്ടീന് പോയിട്ട് എവിടെ ബൈൻഡ് ചെയ്യും, PR-ൽ ബൈൻഡ് ചെയ്യും. C2 പ്രോട്ടീൻ എവിടെ പോയിട്ട് ബൈൻഡ് ചെയ്യും, PR-ൽ ബൈൻഡ് ചെയ്യും. C2 പ്രോട്ടീന് പോയിട്ട് PR-ൽ ബൈൻഡ് ചെയ്യുമ്പോൾ C2 പ്രോട്ടീൻ എന്ന് പറയുന്നത് PR-ലേക്ക് RNA പോളിമറൈസിനെ റിക്രൂട്ട് ചെയ്യുന്ന ഒരാളും കൂടിയാണ് C2. അപ്പോൾ C2 ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ C2 എന്ത് ചെയ്യും, PR-ലേക്ക് എന്ത് ചെയ്യും, RNA പോളിമറൈസിനെ റിക്രൂട്ട് ചെയ്യും. അങ്ങനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫ്ലാഗ് നോക്കുക, ഇതിൻ്റെ ഫ്ലാഗ് PR-ൻ്റെ ഫ്ലാഗ് ഇങ്ങോട്ടേക്ക്, എന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്കാണ് mRNA ഉണ്ടാക്കുക. നമുക്കറിയാം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു mRNA ഉണ്ടായിട്ടുണ്ട്, ആരുടെ, ക്രോയുടെ, അതുപോലെ C2. അതിൽ നിന്നുണ്ടായിട്ടുള്ള പ്രോട്ടീൻ PR-ലേക്ക് ബൈൻഡ് ചെയ്യുമ്പോൾ PR-ൽ വന്ന് RNA പോളിമറൈസ് വന്ന് ബൈൻഡ് ചെയ്യും. അപ്പോൾ ഇങ്ങോട്ടേക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് ഒരു ട്രാൻസ്ക്രിപ്ഷൻ നടക്കും. അപ്പോൾ 2 mRNA അവിടെ ഉണ്ട്. അപ്പോൾ അതൊരു ആൻറ്റിസെൻസ് mRNA ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ ആക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യില്ല, ക്രോ എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യില്ല. അതുപോലെ C2 പ്രൊഡ്യൂസ് ചെയ്യില്ല. C2 പ്രൊഡ്യൂസ് ചെയ്തപ്പോഴാണ് C2 പോയിട്ട് എവിടെ ബൈൻഡ് ചെയ്ത്, PR-ൽ ബൈൻഡ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് mRNA ഉണ്ടാവും. അപ്പോൾ ഇനി ക്രോയുടെ പ്രൊഡക്ഷൻ നടക്കില്ല, കാരണം ഇവിടെ 2 സ്ട്രാൻഡുകൾ തമ്മിൽ എന്ത് ചെയ്തു, ആൻറ്റിസെൻസ് mRNA അവിടെ ബൈൻഡ് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ ഇനി ക്രോയുടെ പ്രൊഡക്ഷൻ നടക്കില്ല. ക്രോയുടെ പ്രൊഡക്ഷൻ അവിടെ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ
ഈ C1 വന്നിട്ട് ഇനി ആര് ബൈൻഡ് ചെയ്യില്ല? ക്രോ എന്ത് ചെയ്യില്ല? ബൈൻഡ് ചെയ്യില്ല. മനസ്സിലായോ? ക്രോ ഇവിടെ ഈ C1 വന്നിട്ട് ആര് ബൈൻഡ് ചെയ്യും? ബൈൻഡ് ചെയ്യില്ല. ക്രോ എന്ന് പറഞ്ഞ പ്രോട്ടീൻ എന്ത് ചെയ്യില്ല? ബൈൻഡ് ചെയ്യില്ല. ക്ലിയർ ആവുന്നുണ്ടോ? ക്രോ എന്ന് പറയുന്ന പ്രോട്ടീന് C1 പോയിട്ട് എന്ത് ചെയ്യില്ല? ബൈൻഡ് ചെയ്യില്ല. അപ്പോൾ ഇനി ഇങ്ങോട്ടേക്ക് പോളിമറൈസിന് എന്ത് ചെയ്യാൻ പറ്റില്ല? മൂവ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങോട്ടേക്ക് പോളിമറൈസിന് മൂവ് ചെയ്യാൻ പറ്റാത്ത കാരണം ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ജീനുകൾ ലൈസിസ് ജീനുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ക്ലിയർ ആയോ? ഇനി ഇങ്ങോട്ടേക്ക് എന്ത് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു? ട്രാൻസ്ക്രിപ്ഷൻ ഇങ്ങോട്ടേക്ക് C3 പ്രോട്ടീനുകൾ ട്രാൻസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു TL കണ്ടോ? TL എന്തൊരു ആൻറ്റി ടെർമിനേറ്ററാണ്. എന്നിൻ്റെ ആൻറ്റി ടെർമിനേറ്ററാണ് TL. ടെർമിനേറ്റർ എന്ന് വെച്ചാൽ എന്താ? അതായത് ടെർമിനേഷൻ നടത്തുന്ന ആൾ, mRNA ടെർമിനേഷൻ ഇവിടെ നിർത്തുന്ന ആളാണ് ടെർമിനേറ്റർ. പക്ഷേ ഇത് ആൻറ്റിയാണ്. ആൻറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെർമിനേഷൻ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ ഇത് ഇങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും? പോകുന്നുള്ള അർത്ഥമാണ്. പക്ഷെ ഇവിടെ ഒരു TL2 ഉണ്ട്. ഈ TL2ൻ്റെ എന്താണ് പറയുക? TL2 എന്ന് പറയുന്നത് വേറൊരു ആൻറ്റി ടെർമിനേറ്ററാണ്. അത് ഇവിടെ എന്താണ് TL2 എന്ന് പറയുന്ന ആൾ ഇങ്ങോട്ടേക്ക് ഇനി ട്രാൻസ്ക്രിപ്ഷൻ പോകണമെന്നുണ്ടെങ്കിൽ Q എന്ന് പറയുന്ന ജീന് പ്രൊഡ്യൂസ് ചെയ്യണം. ആ Q പ്രൊഡ്യൂസ് ചെയ്യില്ല. കാരണം ഇങ്ങോട്ടേക്ക് എന്ത് നടക്കുന്നില്ല? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നില്ല. അതുകൊണ്ട് ഇതെന്ത് ചെയ്യും? ഇവിടുന്ന് ഇങ്ങോട്ടേക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ പറയുന്ന ട്രാൻസ്ക്രിപ്ഷൻ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. ഇപ്പോൾ ഒന്നും കൂടി പറയാം. അതായത് PRM എന്ന് പറയുന്ന ആളൊരു പ്രൊമോട്ടറാണ്, PL ഒരു പ്രൊമോട്ടറാണ്, PR എന്നൊക്കെ പറയുന്ന ഓരോരോ പ്രൊമോട്ടറുകളാണ്. ആദ്യം വന്ന് ബൈൻഡ് ചെയ്യുന്നത് PLലേക്കും PRലേക്കുമാണ് ബൈൻഡ് ചെയ്യുക. PLലും PRലും ബൈൻഡ് ചെയ്യുമ്പോൾ ക്രോ എന്ന് പറയുന്ന C2 C3യുടെ mRNAകൾ പ്രൊഡ്യൂസ് ചെയ്യും. അതിന് പ്രോട്ടീൻസുകൾ ഉണ്ടാവും. എന്നും ക്രോയും പോയിട്ട് എവിടെ ബൈൻഡ് ചെയ്യും? PRMൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. എന്നും ക്രോയും PRMൽ ബൈൻഡ് ചെയ്യുന്ന സമയത്ത് C1 അവിടെ എന്ത് ചെയ്യും? ഇൻഹിബിറ്റ് ചെയ്യും. C1 ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ C1ൻ്റെ ആക്ഷൻ നടക്കില്ല. ഇനി നടക്കാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് C2 പ്രോട്ടീൻസുകളെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ C2 പോയിട്ട് PRയിൽ ബൈൻഡ് ചെയ്യും. അപ്പോൾ ഒരു RNA പോളിമറൈസ് വന്ന് ഇവിടെ ബൈൻഡ് ചെയ്യും. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഒരു mRNA ഉണ്ടാവും. അങ്ങനെ mRNA ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ mRNA ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ നടക്കുക? അതായത് ക്രോയും പ്രൊഡ്യൂസ് ചെയ്യില്ല, എന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ ഇവർ രണ്ടാളും പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ C1 ആക്ടിവേറ്റ് ആവും. അതായത് C1 ആക്ടിവേറ്റ് ആവും. C1 എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. C1 പോയിട്ട് PRലും PLലും ബൈൻഡ് ചെയ്യും. പിന്നെ ക്രോയ്ക്കും എന്നിനും ഒരിക്കലും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ C1 എന്ന് പറയുന്നത് ക്രോയുടെ എന്നിൻ്റെ ഇൻഹിബിറ്ററാണ്. എന്നും ക്രോയും C1ൻ്റെ ഇൻഹിബിറ്ററാണ്. ഇങ്ങനൊരു mRNA ഇവിടെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ടേക്ക് RNA പോളിമറൈസിന് മൂവ് ചെയ്തിട്ട് Qനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. Q ഒരു ആൻറ്റി ടെർമിനേറ്റർ. എന്നാലും ഇങ്ങോട്ടേക്ക് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുകയുള്ളൂ. അത് ഇവിടെയാണ് ലൈസിസ് ജീനും ഹെഡ് ആൻഡ് ടെയിൽ ജീനൊക്കെ വരുന്നത്. അപ്പോൾ Q പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് C2 ആണ് ഇപ്പോൾ ഇവിടെ പ്രശ്നം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, പ്രോട്ടിയേസ് എന്ന് പറയുന്ന എൻസൈം C2നെ ഡീഗ്രേഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ C2 ഉണ്ടെങ്കിൽ അങ്ങനെ നടക്കുന്ന ആ സൈക്കിളാണ് എന്തെന്ന് പറയുന്നത്? ലൈസോജനി. അതായത് ഈ mRNA ഇങ്ങോട്ടേക്ക് മുന്നോട്ട് പോവാതെ ഇവിടെ വെച്ച് നിർത്തും. പിന്നെ ലൈസിസ് ജീനുകളും ഹെഡ് ആൻഡ് ടെയിൽ ജീനുകളും ഉണ്ടാവില്ല. അങ്ങനെ നിൽക്കുന്ന ആ കണ്ടീഷനാണ് ലൈസോജനിക് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ലൈസോജനിക് സൈക്കിൾ. PLലും PRലും RNA പോളിമറൈസ് ബൈൻഡ് ചെയ്യും. ഇങ്ങോട്ടേക്ക് ട്രാൻസ്ക്രിപ്ഷൻ നടക്കും, ഇങ്ങോട്ടേക്കും ട്രാൻസ്ക്രിപ്ഷൻ നടക്കും. ഈ വക പ്രോട്ടീൻസുകൾ ക്രോ C2 C3 N പ്രോട്ടീൻസുകൾ ഉണ്ടാവും. എന്നും ക്രോയും വന്ന് PRMൽ ബൈൻഡ് ചെയ്യും, C1നെ ഇൻഹിബിറ്റ് ചെയ്യും. ഇനി C2 പ്രോട്ടീൻസുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ C2 പ്രോട്ടീൻസ് പോയിട്ട് PRയിൽ ബൈൻഡ് ചെയ്യും. അപ്പോൾ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യും? ഒരു ട്രാൻസ്ക്രിപ്ഷൻ നടക്കും. അപ്പോൾ ഇങ്ങോട്ടേക്ക് ആദ്യം ഒരു ട്രാൻസ്ക്രിപ്ഷൻ നടന്നിരുന്നു. അത് ഇങ്ങോട്ടേക്ക് നടക്കുമ്പോൾ രണ്ട് ആൻറ്റിസെൻസ് സ്ട്രാൻഡ് അവിടെ ഫോം ചെയ്യും. പിന്നെ ക്രോയുടെയും എന്നിൻ്റെയും ഒന്നും എന്ത് നടക്കില്ല? സിന്തസിസ് നടക്കില്ല. അപ്പോൾ C1 എന്ത് ചെയ്യും? അതായത് C1ൻ്റെ പ്രൊമോട്ടർ അവിടെ ഓപ്പൺ ആയിരിക്കും. അതായത് ഇനി എന്നും ക്രോയും ബൈൻഡ് ചെയ്യണില്ലല്ലോ. അപ്പോൾ ഇവിടെ വന്ന് RNA പോളിമറൈസ് ബൈൻഡ് ചെയ്യും. RNA പോളിമറൈസ് ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ C1 ആക്ടിവേറ്റ് ആവും. ആ C1 പോയിട്ട് PLലും PRലും ബൈൻഡ് ചെയ്യും. അപ്പോൾ വീണ്ടും ക്രോയും എന്നും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവാതിരുന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അതായത് C2 പ്രോട്ടീനുകളുടെ അവിടെ വെച്ചിട്ട് ഇവിടെ RNA പോളിമറൈസ് ഉണ്ട്, ഇവിടേക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം C2 ഉണ്ടായിക്കഴിഞ്ഞാൽ C2 അപ്പോൾ പോയിട്ട് PRയിൽ ബൈൻഡ് ചെയ്യും. PRയിൽ ബൈൻഡ് ചെയ്യുമ്പോൾ ഇങ്ങോട്ടേക്കൊരു സ്ട്രാൻഡ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആൻറ്റിസ്ട്രാൻസ് സ്ട്രാൻഡ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് നടക്കില്ല? RNA പോളിമറൈസിന് മുന്നോട്ടേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ Q പ്രൊഡ്യൂസ് ചെയ്യില്ല. ലൈറ്റിക്കും
ഹെഡ് ആൻഡ് ടെയിൽ ജീനൊന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ ലൈറ്റിക് സൈക്കിൾ നടക്കില്ല. ഈ സൈക്കിളാണ് ലൈസോജനി എന്ന് പറയുന്നത്. നേരെ മറിച്ച് ലൈറ്റിക് സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ C2 പ്രോട്ടീൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ആര് ഡീഗ്രേഡ് ചെയ്യും? പ്രോട്ടിയേസ് ഡീഗ്രേഡ് ചെയ്യും. കാരണം നമ്മൾ പറഞ്ഞിരുന്നു ന്യൂട്രിയൻ റിച്ച് ആണെങ്കിൽ മാത്രമേ ലൈറ്റിക് സൈക്കിൾ നടക്കുള്ളൂ. ന്യൂട്രിയൻ റിച്ച് മീഡിയ ആണെന്നുണ്ടെങ്കിൽ ബാക്ടീരിയ പ്രോട്ടിയേസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ പ്രോട്ടിയേസ് ഉണ്ടായിട്ടുള്ള C2നെ ഡീഗ്രേഡ് ചെയ്യും. C2നെ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ PRയിൽ വന്നിട്ട് ആർക്ക് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല? C2നെ ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു mRNA ഇങ്ങോട്ട് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോൾ RNA പോളിമറൈസ് മുന്നോട്ടേക്ക് മൂവ് ചെയ്യും, ക്യൂവിനെ സിന്തസൈസ് ചെയ്യും. ക്യൂ ഒരു ആൻറ്റി ടെർമിനേറ്റർ ആണ്, ട്രാൻസ്ക്രിപ്ഷൻ മുന്നോട്ട് നടക്കും, ലൈറ്റിക് ജീനുകളൊക്കെ ഓൺ ആവും, ഹെഡിനും ടെയിലും വേണ്ട പ്രോട്ടീനുകൾ ഉണ്ടാവും. അങ്ങനെ ഹെഡും ടെയിലും ഫോം ചെയ്തിട്ട് ലൈസിസ് ചെയ്തിട്ട് വൈറസ് പുറത്തേക്ക് അല്ലെങ്കിൽ ഫേജ് പുറത്തേക്ക് എന്ത് ചെയ്യും? പോവും. അതാണ് അവിടെ നടക്കണം. ഒന്നും കൂടി പറയാം. C2 പ്രോട്ടീൻസുകൾ, അതായത് ഇവിടുന്ന് ഒരു mRNA ഉണ്ടായി, ഇവിടുന്ന് mRNA ഉണ്ടായിട്ടുണ്ട്. ഇനി C2 പ്രോട്ടീൻസ് ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പ്രോട്ടിയേസ് ഡീഗ്രേഡ് ചെയ്യും. പ്രോട്ടിയേസ് ഡീഗ്രേഡ് ചെയ്യുമ്പോൾ C2 പ്രോട്ടീൻസ് ഉണ്ടാവില്ല. അപ്പോൾ അത് എവിടെ വന്ന് ബൈൻഡ് ചെയ്യില്ല? PRയിൽ ബൈൻഡ് ചെയ്യില്ല. ഇങ്ങോട്ടേക്ക് ട്രാൻസ്ക്രിപ്ഷൻ നടക്കില്ല. ഇങ്ങോട്ടേക്ക് ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ടില്ലെങ്കിൽ ക്രോയും എന്നൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നല്ലേ. അപ്പോൾ ഈ പറയുന്ന PRM അവിടെ ഇൻഹിബിറ്റഡ് ആണ്. C1 ആക്റ്റീവ് ആവില്ല. അങ്ങനെ ആക്റ്റീവ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ C2 പ്രോട്ടീൻസ് ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഇവിടുത്തെ, അതായത് PRയിലുള്ള RNA പോളിമറൈസ് ഇവിടെ നിൽക്കില്ലല്ലോ. അപ്പോൾ C2 ഉണ്ടാവുമ്പോഴാണ്, C2 ഉണ്ടെങ്കിൽ PRയിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമ്പോൾ പിന്നെ അവിടുത്തെ RNA പോളിമറൈസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. പക്ഷേ C2 ഇല്ല എന്നുണ്ടെങ്കിൽ സുഖമായിട്ട് എന്ത് ചെയ്യും? RNA പോളിമറൈസ് മുന്നോട്ടേക്ക് പോയിട്ട് ഈ ലൈസിസ് ജീനുകൾ ഓണാക്കും. അപ്പോൾ C2 ആണ് ഇവിടുത്തെ മെയിൻ ആൾ. C2 ഉണ്ടെങ്കിൽ ലൈസോജനിക് സൈക്കിൾ, C2 ഇല്ല എന്നുണ്ടെങ്കിൽ ലൈറ്റിക് സൈക്കിളാണ് നടക്കുക.